പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഒരു ടിപ്സ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെ ലാപ്ടോപ്പിലോ നമുക്ക് എന്തെങ്കിലും പ്ലേ ചെയ്യണം. നമ്മുടെ കയ്യിൽ സ്പീക്കറൊന്നുമില്ല, നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോണുണ്ട്, നമ്മുടെ ലാപ്ടോപ്പുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുണ്ട്. താൽക്കാലികമായിട്ട് നമുക്ക് എന്തെങ്കിലും അതിൽ പ്ലേ ചെയ്യണമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, സ്പീക്കർ ഇല്ലാത്തപ്പോൾ. അപ്പം അതിനുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ഫോണിന്റെ സ്പീക്കർ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്പീക്കറായിട്ട് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലും ചെയ്യണം, കമ്പ്യൂട്ടറിലും ചെയ്യണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോണും കമ്പ്യൂട്ടറും ഒരേ നെറ്റ്വർക്കിലായിരിക്കണം. ഇനിയിപ്പോൾ വൈഫൈ കണക്ഷനോ നെറ്റ്വർക്കോ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് ചെയ്തുകൊണ്ട് ലാപ്ടോപ്പിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. ജസ്റ്റ് വൈഫൈ കണക്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ മാത്രം മതിയാവും. അങ്ങനെ കണക്ട് ചെയ്തതിനു ശേഷം ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യാം. ഇത് സിപ്പ് ഫയൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അൺസിപ്പ് സോഫ്റ്റ്വെയർ വേണം. ഞാനിവിടെ വിൻറാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വിൻറാർ വഴി അത് ഓപ്പൺ ചെയ്യാണ് ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ റാർ ഫയലിന്റെ ഉള്ളിലുള്ളത്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കൊടുക്കാം. അക്സെപ്റ്റ് ദ അഗ്രിമെന്റ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, അഗൈൻ നെക്സ്റ്റ്, ഇൻസ്റ്റാൾ. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലും സെയിം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഫോണിൽ ചെയ്യാനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അവിടെ നിങ്ങൾ സൗണ്ട് വയർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോണിലൊന്ന് ഓപ്പൺ ചെയ്യാം. ഫോണിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇൻസ്റ്റാളേഷൻ കൊടുത്തത് ഫിനിഷ് ചെയ്യാം. ഇതിപ്പോ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കാം. സ്റ്റാറ്റസ് ഡിസ്കണക്ട് ആണുള്ളത്. നമുക്ക് ഇവിടെ സെർവറിന്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഓട്ടോ ലൊക്കേറ്റ് ആവുന്നില്ല. അപ്പൊ നമ്മൾ ഈ സെർവർ എന്നുള്ളടുത്ത് ഇവിടെ സെർവർ അഡ്രസ് കാണാൻ സാധിക്കും. ആ സെർവർ അഡ്രസ്, കമ്പ്യൂട്ടറിൽ കാണുന്ന സെർവർ അഡ്രസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൽ 0.6. നിങ്ങൾക്ക് ഇപ്പം കാണാം സ്റ്റാറ്റസ് കണക്റ്റഡ് എന്നുള്ളത് കാണാം. ഇപ്പൊ നമ്മുടെ ഫോണും നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് സ്പീക്കേഴ്സ് കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നത് നമുക്ക് ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഇതിൽ പ്ലേ ആവുന്ന കാണണമല്ലോ. എക്സ്റ്റേണലിയോ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യാം. ഞാൻ ഏതെങ്കിലും ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഓഡിയോ പ്ലേ ചെയ്യാം. എന്റെ ഫോണിൽ നിന്നാണ് അത് കേൾക്കുന്നത്. ഇത്തരത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ ഫോണ് കമ്പ്യൂട്ടറിന്റെ സ്പീക്കറായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.